ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERTയിലെ ഒരു പുതിയ ലെസണാണ് കെമിസ്ട്രിയിലെ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട് എന്നാണ് പേര് ലെസണിൻ്റെ. നോക്കാം നമുക്ക് ഈ ലെസണിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, വാട്ട് ഈസ് ആസിഡ്? നമുക്കറിയാമല്ലേ, ആസിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താ? ആസിഡ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാം? ആസിഡ് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സോർ ടേസ്റ്റ് ആണ്. അതുപോലെ കാണാനും അല്ലെങ്കിൽ നമുക്ക് തൊടുമ്പോഴൊക്കെ ഭയങ്കര കൊറോസീവ് ആയിരിക്കും അല്ലേ? കൊറോസീവും ആണ്, സോറും ആണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ ആസിഡ് എന്നാണ് ജനറലി വിളിക്കാറ്. അപ്പോൾ ഈ ഒരു ആസിഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പലതരം ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. അതിൽ ബ്ലൂ ലിറ്റ്മസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ബ്ലൂ ലിറ്റ്മസ് റെഡായി മാറുന്നുണ്ടെങ്കിൽ അതിനെന്താ നമ്മൾ വിളിക്കുക? ആസിഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ ജനറലി ഈ സബ്സ്റ്റൻസുകളെല്ലാം ആസിഡ് അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസുകളെ എല്ലാം എന്താ വിളിക്കുക? കെമിക്കലി അസിഡിക് ആണെന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിൽ ഏതെങ്കിലും ഒരു ആസിഡ് ഉണ്ടെങ്കിൽ അത് ജനറലി നമ്മൾ എന്താ പറയുക? അത് അസിഡിക് ആണ്, അസിഡിക് ഇൻ നേച്ചർ ആണെന്നാണ് പറയാറ്. എക്സാമ്പിൾ ആണ് ഓറഞ്ച് ജ്യൂസ്, അതുപോലെ നോക്കിയ കേർഡ്, വിനീഗർ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആസിഡുകളാണ്. ആസിഡ് നാച്ചുറലി ഒക്കറിങ്ങും ഉണ്ട്, അതല്ലാതെ ആർട്ടിഫിഷ്യലി മാൻമെയ്ഡും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ബേസ് എന്ന് നോക്കാം. ബേസ് എന്ന് പറയുന്നത് ചില സബ്സ്റ്റൻസസുകൾ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ, അക്വ സൊല്യൂഷനിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വഴുവഴുപ്പ് ഉണ്ടാവും. ഓക്കെ, ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും ഒരു തൊട്ട് കഴിഞ്ഞാൽ. അതുപോലെ ടേസ്റ്റിൽ ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ബേസിന്റെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബിറ്റർ ഇൻ ടേസ്റ്റും അതുപോലെ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പറിയുമാണ്. അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ വിളിക്കുക? ജനറലി ബേസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ബേസുകൾ റെഡ് ലിറ്റ്മസ് പേപ്പറെ ബ്ലൂ ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ബേസ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, അത് ഞാൻ ഈ പറയുന്ന റെഡ് ലിറ്റ്മസ് കാണിച്ചു, അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് ടേൺ ചെയ്യുന്നുണ്ട്? ബ്ലൂ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ബേസ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ എല്ലാം നമ്മൾ കെമിക്കലി എന്താ വിളിക്കാറ്? ബേസിക് ഇൻ നേച്ചർ എന്നാണ് പറയാറ്. ഓക്കെ, ഇനി എക്സാമ്പിൾ ആണ് നോക്കിയ വഴുവഴുപ്പുള്ള സാധനങ്ങളാണ് സോപ്പ്, അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് എന്താ പറയുക, ചില ആസിഡുകളും ബേസുകളും അല്ലെങ്കിൽ സോൾട്ടൊക്കെ നേച്ചറിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യലി ഫാക്ടറികളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നുമുണ്ട്. പലതരം ആസിഡുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ബേസസ് ഉണ്ട്. ഇനി ഈ ആസിഡ് എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്ത് വരുന്നത് ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ്. ആ ലാറ്റിൻ വേർഡാണ് ആസിഡസ്. ആസിഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർ എന്നാണ് അർത്ഥം. സോർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം സോർ ചെയ്യുന്നു എന്നാണ് അർത്ഥം ആസിഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് ആസിഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരിക്കുന്നത് തന്നെ. ഇപ്പോൾ സബ്സ്റ്റൻസസ് ലൈക്ക് ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അൺറൈപ്പ് മാംഗോ ജ്യൂസ്, അതുപോലെ കേർഡ്, ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോറാണ്, സോർ ടേസ്റ്റാ തരിക. അതിനർത്ഥം അതെല്ലാം ആസിഡ് ആണെന്നാണ്. ഓക്കെ, സോ അതിനകത്തെല്ലാം ആസിഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസസുകളെല്ലാം അതിൻ്റെയൊക്കെ കെമിക്കൽ നേച്ചർ നമ്മൾ ജനറലി എന്താ പറയാറ്? അസിഡിക് ഇൻ നേച്ചർ എന്നാണ് പറയാറ്. ഓക്കെ, ഇനി നമുക്ക് നാച്ചുറൽ ആസിഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, നോക്കിയേ, നെയിം ഓഫ് ആസിഡ് ഫൗണ്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, സോഴ്സസ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് വിനാഗിരി. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് പറയും. അസറ്റിക് ആസിഡ് വിനാഗിരിയിലുണ്ട്. അതല്ല, നമ്മളെ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് നീറാറുണ്ട് അല്ലെ, എരിയാറുണ്ട്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ആസിഡ് കാരണമാണ്. അതിൻ്റെ പേരാണ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് ഈ പറയുന്ന ആൻറ്റിൻ്റെ സ്റ്റിങ്ങിലുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലെമൺ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ. അപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ആസിഡ് എന്താണ്? സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് സിട്രസ് ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. കേർഡിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. സ്പൈനാഷിൽ ആണെങ്കിൽ ഓക്സാലിക് ആസിഡ് ഉണ്ട്. ഓക്സാലിക് ആസിഡ് സ്പൈനാഷിൽ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയിലൊക്കെ വൈറ്റമിൻ സി ആയിട്ടുള്ള നമ്മുടെ അസ്കോർബിക് ആസിഡ് എന്ന് പറയും, അത് അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയില നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ്, സോർ ടേസ്റ്റ് ഉള്ളത് ഈ അസ്കോർബിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ഓക്സാലിക് ആസിഡ് ഉള്ളത് സ്പൈനാഷിലാണ്. സ്പൈനാഷിൽ എന്ത് ടൈപ്പ് ഓഫ് ആസിഡാണ് ഉള്ളത്? ഓക്സാലിക് ആസിഡാണ് ഉള്ളത്. ഇനി അമ്ല അല്ലെങ്കിൽ നെല്ലിക്കയിലൊക്കെ നമ്മുടെ വൈറ്റമിൻ സി ഉള്ള അസ്കോർബിക് ആസിഡ് ഇല്ലേ, അത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നെല്ലിക്കയൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ഒരു സോർ ടേസ്റ്റ് വരുന്നത് ഈ അസ്കോർബിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ദെൻ പുളി,
ടാമറിൻഡ് അല്ലെങ്കിൽ മുന്തിരിയിലൊക്കെ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് നമ്മൾ കാണുന്ന നമ്മൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളാണ് ഇതെല്ലാം. നിങ്ങൾ പഠിക്കണം വൃത്തിക്ക്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ഒക്കെ മേ ബി ചോദിക്കാം. ഇനി ചില സബ്സ്റ്റൻസസുകളുണ്ട്, ലൈക്ക് ഇപ്പം ബേക്കിംഗ് സോഡ പോലുള്ള സബ്സ്റ്റൻസസുകളൊക്കെ ഉണ്ട്. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു സോർ ടേസ്റ്റ് തരുന്നില്ല. അവര് ബിറ്റർ ടേസ്റ്റ് ആണ് തരുന്നത്, ബിറ്ററിങ് ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലൈക്ക് ഈ ബേക്കിംഗ് സോഡനൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു സോപ്പി അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി ടൈപ്പും കൂടെയാണ്. അപ്പോൾ ഇവന്മാർ എന്ത് വിളിക്കാം, നമുക്ക് ബേസസ് എന്ന് വിളിക്കാം. അപ്പം ബേസസിന് ഒരു എക്സാമ്പിൾ കൂടിയാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവുമല്ലോ, അവരുടെ കെമിക്കൽ നേച്ചർ നമ്മൾ ബേസിക് നേച്ചർ എന്നാണ് ജനറലി പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസിഡ് ഏതൊക്കെയാണ് നോക്കിയായിരുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിന്റെ പേര് നോക്കാം. ആദ്യത്തെയാണ് നോക്കിയേ, ലൈം വാട്ടറിലൊക്കെ ചുണ്ണാമ്പ് വെള്ളം അല്ലേ, ലൈം വാട്ടറിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ബേസ് ആണ് എന്തുള്ളത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടറിൽ കാണുന്നുണ്ട്. വിൻഡോ ക്ലീനറിലൊക്കെ കൂടുതലും അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അമോണിയം ഹൈഡ്രോക്സൈഡ് വിൻഡോ ക്ലീനറിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ് അടങ്ങിയിട്ടുള്ളതാണ്. സോപ്പുകളൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി അടുത്തത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ബേസ് ഉണ്ട്. അത് ഈ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് മേജർ ആയിട്ടുള്ള ബേസസും ആസിഡ്സും ഒക്കെ. ഇനി നമുക്ക് ചുറ്റുമുള്ള നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാ സാധനങ്ങളെയും, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളെയും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ചിലത് ബിറ്റർ ആയിരിക്കാം, ചിലത് സോർ ആണെങ്കിലും മേ ബി ടോക്സിക് ഒക്കെ ആയിരിക്കും, നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കില്ല. അത് ആസിഡ് ആണോ അല്ലെങ്കിൽ അത് ബേസ് ആണോ എന്ന് നമ്മൾ ടേസ്റ്റിലൂടെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രം ചില സ്പെഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസുകൾ, നമ്മൾ ഡിഫറെൻറ്റ് കളറിലുള്ള സബ്സ്റ്റൻസസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അത് നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ്, അതായത് എന്താ പറയുക, അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഒക്കെ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് പലതരം കളർ നമുക്ക് തരും. അതുവഴിയാണ് നമ്മൾ ഇത് ആസിഡ് ആണോ ഇത് ബേസ് ആണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയാം. ഓക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കാം ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്ത് വരും, അത് പലതരം കളേഴ്സ് തരും. ലൈക്ക് ആസിഡ് ആണെങ്കിൽ ഒരു കളർ തരും, ബേസ് ആണെങ്കിൽ വേറൊരു കളർ തരും. ഓക്കെ, ഇനി സം നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നോക്കിയേ ലിറ്റ്മസുകൾ. ലിറ്റ്മസ് പേപ്പറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ടർമറിക് മഞ്ഞൾ, പിന്നെ അതുപോലെ ചൈന റോസ് പെറ്റൽസ് ഗുദൽ എന്ന് വിളിക്കും അതിനെ. അതുപോലെ റെഡ് ക്യാബേജ് ജ്യൂസ്, ഇതൊക്കെ നമ്മൾ നാച്ചുറലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈക്ക് അസിഡിക്കോ അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലോട്ടൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് തരിക. ഓക്കെ, സോ ഒരു സബ്സ്റ്റൻസ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ലിറ്റ്മസ് പേപ്പർ നമുക്ക് നോക്കാം. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡൈ ആണ്. നാച്ചുറൽ ഡൈ ആണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ലൈക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സർട്ടൺ ലൈക്കൻസ് ഉണ്ട്, പ്ലാന്റുകളുണ്ട്. ചില പ്ലാന്റിൽ ആക്ച്വലി അത് ഒരു ടൈപ്പ് ഓഫ് ആൽഗേൻ്റെയും ഒരു ഫംഗിയുടെയും ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ആണ് ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേണമെങ്കിൽ കാണാനൊക്കെ ഒരു പ്ലാന്റിനെ പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലൈക്കൺ നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ പറ്റും, നാച്ചുറലി ഉണ്ടാക്കാൻ പറ്റും. സോ ഇതൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ ലിറ്റ്മസ് ഹാസ് പേർപ്പിൾ കളർ ഇൻ വാട്ടർ. അപ്പോൾ ഈ നോർമലി ലിറ്റ്മസ് പേപ്പറിനൊക്കെ എന്താ പറയുക, ഒരു വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ആസിഡും അല്ല ബേസിക്കും അല്ല, എന്നാൽ ഒരു ന്യൂട്രൽ ആണെന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആണെന്ന് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ഈ വാട്ടർ ആക്ച്വലി നമുക്കൊരു പർപ്പിൾ കളറാണ് തരിക. ഓക്കെ, പർപ്പിൾ കളറാണ് ലിറ്റ്മസ് കാണിച്ച് ഷോ ചെയ്ത് കഴിഞ്ഞാൽ തരിക. അപ്പോൾ ഒരു അസിഡിക് സൊല്യൂഷനിലാണ് ഞാൻ ലിറ്റ്മസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ലിറ്റ്മസ് എന്തായിട്ട് മാറും, ഇറ്റ് ടേൺസ് റെഡ് ആയിട്ട് മാറും അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ. അതേസമയം ഞാനൊരു ബേസിക് സൊല്യൂഷനിലാണ് ഈ ലിറ്റ്മസ് കാണിക്കണമെങ്കിൽ ഷോ ചെയ്യിക്കണമെങ്കിൽ ഇറ്റ് ടേൺസ് ബ്ലൂ എന്നാണ് നമ്മൾ പറയാം. എന്ത് കളറായിട്ട് മാറും, അത് ബ്ലൂ കളറിലേക്ക് മാറും. യൂഷ്വലി ഇതെന്ന് പറയുന്നത് അവൈലബിൾ ആസ് റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. യൂഷ്വലി എങ്ങനെയാണ് നമ്മൾ
പലതരം രണ്ട് പേപ്പറുണ്ട്, റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഇത് വെച്ചിട്ട് വേണം ഞാൻ ആസിഡ് ആണ് ബേസിക് ആണോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ടർമറിക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു ഇപ്പോൾ വൈറ്റ് ഡ്രസ്സിൽ മഞ്ഞളായി എന്നിരിക്കട്ടെ, അപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് മഞ്ഞളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് സോപ്പിട്ട് കഴിഞ്ഞ്, നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ലൈഫിൽ അതിന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് വരും. ആ മഞ്ഞൾ കളർ നേരെ മാറി ഒരു റെഡിഷ് കളറായിട്ട് മാറും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ടെർമറിക് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രൈറ്റ് യെല്ലോ ഉള്ള കളറല്ലേ, ഹൽദി എന്നൊക്കെയാണ് ഇതിനെ ഹിന്ദിയിലും പറയാം. അപ്പോൾ ആക്ച്വലി ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെർമറിക് ഇൻഡിക്കേറ്റർ നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബേസിക് ആണ്, അല്ലെങ്കിൽ ഒരു ബേസ് ആണ്. അതിലകത്ത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാർ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ നമ്മുടെ ബേസിക് സൊല്യൂഷൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് ആയിട്ട് മാറും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ പണിയായിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സിൽ റെഡ് കളർ എന്തെങ്കിലും അല്ല യെല്ലോ കളർ എന്തെങ്കിലും ആയിട്ടുണ്ട്, മഞ്ഞൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് ഒരിക്കലും കഴുകരുത്. സോ മഞ്ഞൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടർമറിക് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, സോ ബേസിക് സൊല്യൂഷനിലാണ് അത് റെഡ് കളർ തരിക. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ ജസ്റ്റ് രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്യുമോ? ഇല്ല, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തരില്ല. അതേസമയം ആൽക്കലി ആണെങ്കിൽ ഈ റെഡ് കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ, ഇനി അതേസമയം ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് ഞാൻ എടുക്കണമെങ്കിൽ അതൊരിക്കലും ആൽക്കലിയോട് ചേഞ്ചസ് ഒന്നും തരില്ല, അതുപോലെ തന്നെയായിരിക്കും, ബ്ലൂ കളർ തന്നെയായിരിക്കും. പക്ഷെ അതേസമയം ഒരു ആസിഡിനോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. ഇതാണ് മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കാൻ, അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ എന്ന് നോക്കാൻ. അടുത്തൊരു നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റർ ആണ് ചൈന റോസ് എന്ന് പറയുന്നത്. ഓക്കെ, ചൈന റോസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ചൈന റോസിൻ്റെ ഒരു റെഡ് കളർ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ ഫ്ലവർ ആണ് ആ റോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിഗറിലുണ്ട് ചൈന റോസ് നോക്കിയേ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കളറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ തരും. ഒരു ഓറഞ്ച് അല്ല എന്നാൽ അങ്ങനെ ഒരു ഓറഞ്ച് ആണ്, റെഡിഷ് പ്ലസ് ഒരു ഓറഞ്ച് കളർ നമുക്ക് തരും പിങ്കിൽ നിന്ന്. അതേസമയം ഒരു ആൽക്കലൈൻ സൊല്യൂഷനിലാണ് നിങ്ങൾ ഇത് കാണിച്ചെങ്കിൽ, ഷോ ചെയ്തെങ്കിൽ അതെന്ത് കളറാണ് തരിക? ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് തരുന്നത്. സോ ചൈന റോസും ഒരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, സോ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ഇത് ഉണ്ടാക്കാറ്, ചൈന റോസ് ഉണ്ടാക്കാറ്. അടുത്താണ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ ഫാക്ടറികളിലൊക്കെ ഒരുപാട് ഫാക്ടറികൾ ഇൻഡസ്ട്രീസിലൊക്കെ ഒത്തിരി എന്താ പറയുക ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡോ കാർബൺ ഡൈ ഓക്സൈഡോ ഒക്കെ എമിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഒത്തിരി എമിഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൾറെഡി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? വാട്ടർ കണ്ടൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആണല്ലോ, വാട്ടർ കണ്ടൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, വാട്ടർ വേപ്പർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. അപ്പോൾ ഈ സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ നമ്മുടെ ഈ നൈട്രജൻ ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യും? ഈ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പല രൂപത്തിലുള്ള ആസിഡായിട്ട് മാറും. ലൈക്ക് ഇപ്പോൾ കാർബോണിക് ആസിഡ് ആവാം, സൾഫ്യൂരിക് ആസിഡ് ആവാം, നൈട്രിക് ആസിഡ് ആവാം, ഇങ്ങനെ പലതരത്തിലുള്ള ആസിഡുകളാവാം. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നീട് വരുന്ന ആ റെയിൻഫോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഡൗൺ പോർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അസിഡിക് റെയിൻ ആയിട്ട് മാറും, അല്ലെങ്കിൽ ആസിഡ് റെയിൻ ആയിട്ട് മാറും. നിങ്ങളിപ്പം ലൈക്ക് ഇപ്പോൾ യൂട്രോഫിക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒത്തിരി ന്യൂട്രിയൻസ് ഇതിനകത്തേക്ക് പോവാം. ഏതിനകത്തേക്ക്? പ്ലാന്റ് ലൈക്ക് നമ്മുടെ അക്വസ് അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ, അതിൽ ഓക്സിജൻ്റെ അളവൊക്കെ കുറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരുപാട് ഡ്രെയിനേജ് ലൈക്ക് ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ എല്ലാം നിങ്ങളൊരു വാട്ടർ ബോഡിയിൽ പുറന്തള്ളുവാണെങ്കിൽ, ഓക്കെ, തള്ളുവാണെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇതുപോലെയുള്ള പൊല്യൂട്ടൻസിൻ്റെ ഒക്കെ അളവ് കൂടാം. മേ ബി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ വാട്ടറും ഒത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഈ പറയുന്ന കാർബോണിക് ആസിഡ് ഫോം ചെയ്തിട്ട് ഓഷ്യനിൽ അസിഡിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഓഷ്യൻ അസിഡിഫിക്കേഷനും നമ്മുടെ എന്താ പറയുക അക്വാട്ടിക് ഓർഗാനിസം ഉണ്ടല്ലോ അവരെയൊക്കെ
നല്ല രീതിക്ക് അവരുടെ ആ ഒരു ഹാബിറ്റാറ്റിനെ തന്നെ നശിപ്പിക്കും. ഓക്കെ, അത് ഡെസ്ട്രോയ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഭീഷണിയാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആസിഡ് റെയിനും. ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡും നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അതുപോലെ കാർബൺ ഡയോക്സൈഡും ഒക്കെ കൂടി റിയാക്ട് ചെയ്തിട്ടാണ് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത് തന്നെ. ഇനി ഇതിന്റെ ഇഫക്ട്സ് എങ്ങനെയായിരിക്കും? ആസിഡ് റെയിന് ഇപ്പോൾ നമ്മുടെ വാട്ടർ ബോഡിയിലോ പോണ്ടിലോ ലേക്കിലോ റിവറിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അസിഡിക് ആയിട്ട് മാറും. നമ്മുടെ ഫിഷൊക്കെ അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങുന്ന അവസ്ഥ വരും. ഓക്കെ, അതുപോലെ ഇപ്പൊ കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുള്ള ഏരിയയിലാണ് ആസിഡ് റെയിൻ വരണമെങ്കിൽ അതെന്താ അഗ്രികൾച്ചർ തന്നെ നഷ്ടപ്പെടാൻ കാരണമുണ്ട്. അല്ലെങ്കിൽ പ്ലാന്റോ അല്ലെങ്കിൽ ട്രീ ഒക്കെ ഡൈ ഔട്ട് ആയിട്ട് പോകാറുണ്ട്. പ്ലാന്റ്സിനൊക്കെ ഭയങ്കര ഡാമേജും കാര്യങ്ങളും വരും. അതുപോലെ ലൈക്ക് ഇപ്പോൾ മെറ്റൽ ബ്രിഡ്ജസോ അല്ലെങ്കിൽ ലൈക്ക് സ്റ്റീൽ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൊറോഷൻ പോലുള്ള അങ്ങനെ ആസിഡ് റിയാക്ട് ചെയ്തിട്ടുള്ള ഡാമേജസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ എന്താ ആസിഡ് റെയിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ താജ്മഹൽ ഉണ്ടല്ലോ, താജ്മഹലിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ സർഫസ്, ആ മോണ്യുമെന്റ്, ആ മാർബിളിനെയൊക്കെ അതുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഇഫക്റ്റ് ഒത്തിരി ഉണ്ടാവും. ഹ്യൂമണിലാണെങ്കിൽ പൊള്ളുന്ന ഒരു എഫക്റ്റ് ഒന്നും വന്നില്ലെങ്കിലും നമ്മുടെ മേ ബി മുടി കൊഴിച്ചിലോ ജസ്റ്റ് ഒരു ചേഞ്ചസ് ഒക്കെ നമുക്കും ഇറിറ്റേഷനൊക്കെ നമുക്കും ഉണ്ടാവാറുണ്ട് ആസിഡ് റെയിൻ്റെ കേസിൽ. അപ്പോൾ ഈ നോർമലി വെസ്റ്റേൺ യൂറോപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, വെസ്റ്റേൺ യൂറോപ്പ് ഒക്കെ. അപ്പോൾ ഈ വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ഒരുപാട് ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒത്തിരി എമിഷൻ നടത്തുന്നുണ്ട്, ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ. അപ്പോൾ അത് കാറ്റ് വീശി വരുന്നത് കാനഡ ഭാഗത്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് ആരാണോ അവിടെ തന്നെ ആസിഡ് റെയിൻ വരണം എന്നില്ല. വിൻഡ് ക്യാരി പൊല്യൂട്ടൻസ് തന്നെ നമ്മൾ പഠിക്കാറ്. സോ ഈ വിൻഡ് അവിടെ നിന്നുള്ള വിൻഡ് ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കായിരിക്കും പ്രശ്നം. അവനവൻ എന്തെങ്കിലും എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. സോ അതൊരു എന്താ പറയുക പ്രശ്നമാണ്. ഓക്കെ, ക്ലൈമറ്റിക് ഇഷ്യൂ ആണ്. നോക്കിയായിരുന്നു. ഇനി എന്താണ് ന്യൂട്രലൈസേഷൻ? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആസിഡും ബേസസും കെമിക്കലി ഓപ്പോസിറ്റ് സബ്സ്റ്റൻസസുകളാണ് അല്ലെ, രണ്ടും പരസ്പരം ഡിഫറെന്റ് നേച്ചറാണ്. അപ്പോൾ ഈ ഒരു ആസിഡ് ഒരു ബേസുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ആ റിയാക്ഷൻ എന്താവും പരസ്പരം ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ന്യൂട്രലൈസ് ചെയ്ത് പോകും. അതിനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ പറയാറ്. സോ ഒരു അസിഡിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് സൊല്യൂഷൻ സ്യൂട്ടബിൾ എമൗണ്ടിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ തന്നെ ബേസിക് ക്യാരക്ടർ ആണെങ്കിലും ശരി അതിന്റെ അസിഡിക് ക്യാരക്ടർ ആണെങ്കിലും ശരി രണ്ടും ഡെസ്ട്രോയ് ചെയ്യപ്പെടും. ആ റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നതിന് എന്തുണ്ടാവില്ല, അസിഡിക് നേച്ചറോ ബേസിക് നേച്ചറോ ഉണ്ടാവില്ല. അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസിസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ സോൾട്ടും വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഹീറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ആസിഡും ഒരു ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ പ്രോഡക്റ്റ് ആയിട്ട്? സോൾട്ട് ഉണ്ട്, പിന്നെ വാട്ടർ ഉണ്ട്, പിന്നെ എവല്യൂഷൻ ഓഫ് ഹീറ്റും കൂടെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. സോൾട്ട് മേ ബി ആ റിയാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത് ആ സോൾട്ട് മേ ബി അസിഡിക് ആവാം, ബേസിക് ആവാം, മേ ബി ന്യൂട്രൽ ആവാം. ഓക്കെ, അതുപോലെ ആ ഒരു റിയാക്ഷൻ മിക്സറിൽ ടെമ്പറേച്ചറും കൂടെ അല്ലെങ്കിൽ ആ ഹീറ്റും കൂടെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ ഒരു സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്, ദെൻ ഹീറ്റ് ഉണ്ട്. അപ്പം ഇതാണ് റിയാക്ഷൻ. ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, സോൾട്ടും കിട്ടും, വാട്ടറും കിട്ടാറുണ്ട്, ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവോൾവ് ചെയ്തിട്ടുണ്ട്. രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കണേ, നോക്കിയേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl-ഉം അതുപോലെ NaOH സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, സോഡിയം ക്ലോറൈഡും കിട്ടും, H2O വാട്ടറുമാണ് കിട്ടുക. സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം സോൾട്ട് ആണല്ലേ, ഉപ്പാണ്. വാട്ടർ എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്റ്റും. അപ്പോൾ ഏതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ ഒരു ആസിഡും ഒരു ബേസും, ഇവിടെ ആസിഡ് ദെൻ ഇത് ബേസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സോൾട്ടും കിട്ടി, വാട്ടറും കിട്ടി. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്, ഒരു സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ലൈം വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ലൈം വാട്ടർ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്, അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, ആ റിയാക്ഷൻ മിക്സർ ഭയങ്കര ഹോട്ടായിട്ട് മാറും, കാരണം ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആലോചിക്കാം, ഫീനോഫ്താലീൻ എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഉണ്ട്. ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ,
ഓക്കെ, ഫീനോഫ്താലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആക്ച്വലി ഈ പറയുന്ന ന്യൂട്രലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ് ഫീനോഫ്താലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സൊല്യൂഷൻ ഇപ്പോൾ സപ്പോസ് ബേസിക് ആണെങ്കിൽ നമ്മൾ ഫീനോഫ്താലിൻ ആഡ് ചെയ്ത്, ഒരു പിങ്ക് കളർ സൊല്യൂഷൻ ആണ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് കളർ കിട്ടും. ഓക്കെ, നല്ല പിങ്ക് കളർ കിട്ടും, ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറേ ഉള്ളൂ കേട്ടോ. അതേസമയം ഇഫ് ദ സൊല്യൂഷൻ ഈസ് അസിഡിക്, സൊല്യൂഷൻ എന്താണ്, അസിഡിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് കളർലെസ് ആയിരിക്കും. അപ്പം ഈ ഫീനോഫ്താലിൻ നിങ്ങൾ എന്ത് ചെയ്യുവാണ്, ഒരു ബേസിക് സൊല്യൂഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടുക, ബേസിക് സൊല്യൂഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു പിങ്ക് കളർ കിട്ടും. അതേസമയം ഒരു അസിഡിക്കിലാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് കളർലെസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് എന്താ, ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ആസിഡ്സിൻ്റെയും ബേസസിൻ്റെ ഒക്കെ ന്യൂട്രലൈസേഷൻ റിയാക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഉറുമ്പ് കടിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് ഡൈജസ്റ്റ് ആവാതെ ഇൻഡൈജഷൻ ഉണ്ടാവുന്നത്, സോയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫാക്ടറി വേസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിലെല്ലാം ന്യൂട്രലൈസേഷൻ ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. സോ നമ്മൾ അപ്ലിക്കേഷൻ ലെവലിലാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇനി പഠിക്കുന്നത്. നോക്കാം. ഇൻഡൈജഷൻ എന്താ, നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആസിഡാണ് HCl എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ HClന്റെ അളവ്, നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന HClന്റെ അളവ് ഭയങ്കര എക്സസ് ആയിട്ട് വരാം. അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല, ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാതെ ഇൻഡൈജഷൻ കിട്ടും. നമ്മൾ അസിഡിറ്റി ഉണ്ടായി എന്ന് പറയും ആ ഒരു കണ്ടീഷന്. സോ ഈ ഒരു കണ്ടീഷൻ, അതായത് ഡ്യൂ ടു ഇൻഡൈജഷൻ പീപ്പിൾ എന്താണ്, വയറിൽ നല്ല വേദനയും പെയിനും ഒരു ഇറിറ്റേഷനും ഒക്കെ അനുഭവപ്പെടും. സോ നമുക്ക് ഈ പറയുന്ന ഇൻഡൈജഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആന്റാസിഡുകൾ എടുക്കണം. ആന്റാസിഡ് ആക്ച്വലി ഒരു ആൽക്കലിയാണ്. അതായത് നമ്മൾ ആ റിയാക്ഷനെ, ഓൾറെഡി നമ്മുടെ വയറ്റിനകത്ത് ഒത്തിരി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. സോ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആൽക്കലി കൊടുക്കണം, ബേസ് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആന്റാസിഡ് യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത്, ഒരു ബേസ് ആണ്. ഓക്കെ, മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത് ഈ ആന്റാസിഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ കണ്ടെയ്ൻസ് എ ബേസ് കോൾഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം നോക്കിയേ, ഈ പറയുന്ന മിൽക്ക് ഓഫ് മെഗ്നീഷ്യയിൽ എന്താ അടങ്ങിയിരിക്കുന്നത്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ വയറ്റിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള HClനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് സ്റ്റൊമക്കിന് അത്യാവശ്യം ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നത്, അല്ലെങ്കിൽ റിലീഫ് തരുന്നത് ഈ പറയുന്ന ആന്റാസിഡ് ആണ്. അനദർ ആന്റാസിഡ് ആണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്, വിച്ച് കണ്ടെയ്ൻ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഓക്കെ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതാണ് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് വേറൊരു ആന്റാസിഡ്, വേറൊരു ഫോമിലുള്ള ആന്റാസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ആലോചിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ജനറലി എന്താ, ഒരു ഇൻഡൈജഷൻ ഒക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ആൽക്കലി പോലുള്ള ആന്റാസിഡുകളൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തതാണ് ആൻറ്റിബൈറ്റ്. ആൻറ്റിബൈറ്റ് കടിച്ചു, ഉറുമ്പ് കടിച്ചു. ഓക്കെ, ഉറുമ്പ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പ് നമ്മുടെ ശരീരത്തോട്ട് സ്പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ആസിഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നല്ല രീതിക്ക് പെയിൻ ഉണ്ടാകുന്നത്, നീറ്റിലും കാര്യങ്ങളും ഉണ്ടാകുന്നത് ആ ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ഉറുമ്പിന്റെ ആ സ്റ്റിങ്ങിലുണ്ടല്ലോ, ആ സ്റ്റിങ്ങിൽ എന്ത് ആസിഡ് ഉണ്ട്, ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്, ഫോർമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബേണിംഗ് പെയിൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൽഡ് ബേസ് ആയിട്ടുള്ള ബേസിംഗ് സോഡ സൊല്യൂഷൻ, ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാലമിൻ സൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾ റബ്ബ് ചെയ്താൽ മതിയാവും. ഉറുമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ആക്ച്വലി ആസിഡ് കാരണം ഉണ്ടായ റിയാക്ഷൻ ആണല്ലോ. സോ ആ റിയാക്ഷനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു കലാമിന്റെ സൊല്യൂഷനോ നമ്മൾ ആഡ് ചെയ്ത് നല്ല രീതിക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ന്യൂട്രലൈസ്ഡ് ആയിട്ട് പോകും. ഓക്കെ, അടുത്തതാണ് ലൈക്ക് കലാമിൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മേ ബി ഫേസിലോ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സിങ്ക് കാർബണേറ്റ് ആണ് ആക്ച്വലി. ചില സമയങ്ങളിൽ റാഷസ് ഒക്കെ വരുന്ന സമയത്ത് കാലമിന്റെ സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതൊരു സിങ്ക് കാർബണേറ്റ് ആണ്, ആക്ച്വലി അതൊരു ബേസിക് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആൽക്കലിയാണ്. ഇനി
Thus, being a base, baking soda solution അല്ലെങ്കിൽ കാലമിൻ solution neutralizes the acidic liquid injected by the ant and cancel its effect. നമ്മൾ പഠിച്ചു ഓൾറെഡി. സോ ഈ ഒരു എഫക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ കാലമിൻ സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ആപ്ലിക്കേഷനാണ്, തേർഡ് ആപ്ലിക്കേഷനാണ് സോയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോയിൽ ട്രീറ്റ്മെന്റ്, അപ്പം സോയിൽ മേ ബി അസിഡിക് ആവാം, ബേസിക് ആവാം, അല്ലേ? നാച്ചുറലി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചില സോയിൽ ഭയങ്കര അസിഡിക് ആവാം, ചിലത് ബേസിക് ആവാം. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്ലാന്റിന് അതാത് കണ്ടീഷൻ വേണമല്ലോ വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാന്റ് വളരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ഭയങ്കര അസിഡിക് ആവുകയും അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ സോയിൽ ഭയങ്കര ബേസിക് ആവുകയും ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ പ്ലാന്റ് വളരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ സോയിലിനെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ സോയിലൊക്കെ ഒത്തിരി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സോയിൽ കൂടുതൽ അസിഡിക് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ഈ സോയിൽ ഭയങ്കര അസിഡിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും സാധനം അല്ലെങ്കിൽ ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യുക്ക് ലൈം ആണ്, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലേക്ക്ഡ് ലൈം എന്ന് പറയും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് സ്ലേക്ക്ഡ് ലൈം, കാൽഷ്യം ഓക്സൈഡ് ആണ് ക്യുക്ക് ലൈം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് അസിഡിക് നേച്ചർ, ആ സോയിൽ അസിഡിക് നേച്ചറെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബേസസ് ഒക്കെ, ദീസ് ബേസസ് ന്യൂട്രലൈസസ് ദ എക്സസ് ആസിഡ് പ്രസന്റ് ഇൻ ദി സോയിൽ. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അസിഡിക് നേച്ചറും കൂടെ കുറയ്ക്കാൻ വേണ്ടി കാരണമാവും. ഓക്കെ, ഇനി സപ്പോസ് സോയിൽ ബേസിക് ആയിരുന്നിരിക്കട്ടെ, ചില ഓർഗാനിക് മാറ്റർ ഒക്കെ ഉണ്ട്, മാനുറോ അല്ലെങ്കിൽ കോമ്പോസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സോയില് ഭയങ്കര ബേസിക് ആണെങ്കിൽ ദ ഓർഗാനിക് മാറ്റർ റിലീസസ് ആസിഡ് വിച്ച് ന്യൂട്രലൈസ് ദ എക്സസ് ബേസസ് പ്രസന്റ് ഇൻ ദ സോയിൽ ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ബേസിക് നേച്ചർ. അതായത് ലൈക്ക് ഇപ്പോൾ ഒത്തിരി ബേസിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോയിൽ ഭയങ്കര ബേസിക് ആയിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓർഗാനിക് മാറ്ററോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ അതിനകത്ത് ആ സോയിലിനകത്തുള്ള ആ എക്സസ് ബേസസ് ഉണ്ടാവില്ലേ പ്രസന്റ് ആയിട്ടുള്ള ആ സോയിലിനകത്തുള്ള അതിൻ്റെ അളവ് നല്ല രീതിക്ക് കുറഞ്ഞ് അതൊരു ന്യൂട്രലൈസേഷനായി സോയിൽ നല്ല രീതിക്ക് പ്രോപ്പർ ആയിട്ടുണ്ടാവും. അതൊരു എക്സാമ്പിളും കൂടിയാണ് ഡെയിലി ലൈഫിൽ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ് ഫാക്ടറി വേസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടറി വേസ്റ്റ് എന്ന് പറയുമ്പോൾ ദ വേസ്റ്റ് സബ്സ്റ്റൻസസ് ഡിസ്ചാർജ്ഡ് ബൈ, നമുക്കറിയാം ഒത്തിരി ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്, ആസിഡ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എല്ലാം വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലേ? വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ആസിഡ്സ് ഒക്കെ അതിലുണ്ടാവാം. സോ ആ ഫാക്ടറികളിലൊക്കെ നേരെ അവർ വേസ്റ്റ് ഒഴുക്കി കളയുന്നത് എവിടെയാണ്? നേരെ വാട്ടർ ബോഡീസിലാണ്, പുഴകളിലൊക്കെയാണ് നേരെ ഒഴിച്ചു കളയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹാംഫുൾ ആണ്, അല്ലേ? ഒത്തിരി വേസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസുകളും വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വാട്ടർ ബോഡിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അക്വാട്ടിക് ആനിമൽസിന് അത് പ്രശ്നമാണ്. സോ ദ ഫാക്ടറി വേസ്റ്റ് ആർ ദെർഫോർ ന്യൂട്രലൈസ്ഡ് ബൈ ദ ആഡിങ് ബേസിക് സബ്സ്റ്റൻസസ്. അപ്പോൾ നമ്മളിവിടെ അസിഡിക് ആയിട്ടുള്ള എന്താ പറയുക ഫാക്ടറി വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ബേസിക് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യാറുണ്ട്. അതായത് അത് വാട്ടറിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഹാംഫുൾ ആയിരിക്കില്ല എന്നർത്ഥം സിറ്റുവേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫാക്ടറിയിലുണ്ട്, സോയിലിൻ്റെ ആ ഒരു കൺസർവേഷൻ അല്ലെങ്കിൽ സോയിൽ ട്രീറ്റ്മെൻറ്റ് കേസിലുണ്ട്, പിന്നെ അതുപോലെ ആൻഡ് ബൈറ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്, പിന്നെ നമ്മുടെ ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ന്യൂട്രലൈസേഷൻ റിയാക്ഷന് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെസണിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആസിഡ് എന്താണെന്ന് നോക്കിയായിരുന്നു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസിഡ്സ് നാച്ചുറലി ഒക്കറിങ്, പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക ആർട്ടിഫിഷ്യലി അത് അങ്ങനെ നോക്കിയാൽ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ മറ്റേ സൾഫ്യൂരിക് ആസിഡ് നോക്കി, അതൊക്കെ മാൻ മെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ആണ്. പിന്നെ അതുപോലെ ബേസസ് നോക്കിയായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസസ് നോക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയായിരുന്നു, നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അതുപോലെ ലിറ്റ്മസ് പേപ്പറിൻ്റെ കാര്യം നോക്കിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എത്തി, നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ്, അതുവഴി എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, എന്താണ് ന്യൂട്രലൈസേഷൻ, അത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടെന്നുള്ളതെല്ലാം നമ്മളത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.